നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. 13 വർഷങ്ങൾക്ക് മുൻപാണ് ഏഷ്യാനെറ്റിൽ ഹലോ കുട്ടിച്ചാത്തൻ സീരിയൽ സംപ്രേഷണം ചെയ്തത്. കുട്ടിച്ചാത്തനിലെ കുട്ടിത്താരങ്ങളെല്ലാം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറി. ഈ പരമ്പരയിൽ വർഷ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് ശ്രദ്ധ ഗോകുൽ. അതിനാൽ തന്നെ ശ്രദ്ധ എന്ന പേരിനേക്കാൾ പ്രേക്ഷകർക്ക് പരിചയം വർഷയാകും. 4 കുട്ടി സുഹൃത്തുക്കൾക്കിടയിലേക്ക് കുട്ടിച്ചാത്തൻ എത്തുന്നതും ശേഷമുള്ള രസകരമായ സംഭവങ്ങളുമായിരുന്നു സീരിയലിന്റെ പ്രമേയം. കുട്ടികളെ വലിയ രീതിയിൽ ആകർഷിക്കാനും ഈ സീരിയൽ സാധിച്ചു. അന്ന് കൂടെ അഭിനയിച്ച താരങ്ങളൊക്കെ അഭിനയത്തിലും കലാരംഗത്തും ചുവടുറപ്പിച്ചപ്പോൾ ശ്രദ്ധ ഫിലിപ്പീൻസിൽ തന്റെ പഠനവുമായി തിരക്കിലായിരുന്നു. മെഡിസിൻ പഠനം പൂർത്തിയാക്കിയ ശ്രദ്ധ ഇപ്പോഴൊരു ഡോക്ടറാണ്. 13 വർഷത്തിന് ശേഷവും ആളുകൾ തന്നെ വിളിക്കുന്നത് വർഷ എന്നാണെന്നായിരുന്നു ശ്രദ്ധ പറഞ്ഞത്. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നയന ജോസന്റെയും ഗോകുലിന്റെയും വിവാഹം നടന്നത്. നയനയുടെ വിവാഹത്തിൽ പങ്കുചേരാനായി ശ്രദ്ധയും എത്തിയിരുന്നു. സാരി അണിഞ്ഞുള്ള ചിത്രങ്ങളും വീഡിയോകളും അന്ന് വൈറലായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയായി ശ്രദ്ധയും ചിത്രങ്ങൾ പങ്കിട്ടിരുന്നു. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ശ്രദ്ധ അഭിനയത്തിൽ നിന്നും മാറിയത്. ഇടവേളയ്ക്ക് ശേഷമായി ബിഗ് സ്ക്രീനിലൂടെയായിരുന്നു തിരിച്ചെത്തിയത്. ബാലതാരത്തിന്റെ തിരിച്ചുവരവ് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. വിവാഹത്തിന് പങ്കെടുത്തതും നാളുകൾക്ക് ശേഷം ഫ്രണ്ട്സിനെ കണ്ടുമുട്ടിയതിന്റെയും എല്ലാം വിശേഷങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു. സാരി ഉടുത്തപ്പോൾ നിത്യ മേനോനെ പോലെ തോന്നി, ചിരിക്കുമ്പോൾ ശരിക്കും നിത്യയുമായി സാമ്യമുണ്ടെന്നായിരുന്നു കമന്റുകൾ. അഭിനയം മാത്രമല്ല, ഡാൻസും ഏറെ ഇഷ്ടമാണ് ശ്രദ്ധയ്ക്ക്. ഇൻസ്റ്റഗ്രാമിലൂടെയായി ഡാൻസ് വീഡിയോകളും ശ്രദ്ധ പങ്കുവച്ചിരുന്നു. നിങ്ങളുടെ എനർജി ഒരു രക്ഷയുമില്ലെന്നായിരുന്നു കമന്റുകൾ. ഇനി അഭിനയ ലോകത്ത് സജീവമായി തുടരുമോ എന്നായിരുന്നു ചിലരുടെ ചോദ്യങ്ങൾ. നായികയുടെ സഹോദരിയായും നായികയായും ഒക്കെ ഇടയ്ക്ക് കണ്ടിരുന്നുവെങ്കിലും പിന്നീട് ബ്രേക്ക് എടുക്കുകയായിരുന്നു താരം. നാളുകൾക്ക് ശേഷമായി ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ സ്നേഹം അറിയിച്ചവരോടെ എല്ലാം നന്ദി അറിയിച്ച് ശ്രദ്ധ എത്തിയിരുന്നു. സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നായിരുന്നു ചിലർ ചോദിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ശ്രദ്ധ അഭിനയത്തിലേക്ക് തിരികെ എത്തിയ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം ചാക്കോ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സോഹൻ സീനു ലാൽ ഒരുക്കിയ ചിത്രം ഡാൻസ് പാർട്ടിയിലൂടെയാണ് ശ്രദ്ധയുടെ തിരിച്ചുവരവ്. 2023 ഡിസംബറിലായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. ഇടക്കാലത്ത് ദുൽഖർ സൽമാൻ ചിത്രം പട്ടം പോലെയിൽ നായികയുടെ അനിയത്തിയായും ശ്രദ്ധ വേഷമിട്ടിരുന്നു. അഭിനയത്തിന് മാത്രമല്ല, നല്ലൊരു ഡാൻസർ കൂടിയാണ് താരം. അവതാരക എന്ന രീതിയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതേസമയം വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ, പ്രയാഗ മാർട്ടിൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഡാൻസ് പാർട്ടി ഇന്ന് അർദ്ധരാത്രി OTTയിലേക്ക് എത്തും. കൊച്ചി പശ്ചാത്തലമാക്കി സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും കഥ പറഞ്ഞ ഡാൻസ് പാർട്ടി 2023 ഡിസംബറിലാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ജൂഡ് ആന്റണി, ശ്രദ്ധ ഗോകുൽ, ലെന, സാജു നവോദയ, ഫുക്രു, ബിനു തൃക്കാക്കര, മെക്കാർട്ടിൻ, അഭിലാഷ് പട്ടാളം, നാരായണൻകുട്ടി, ജോളി ചിറയത്ത്, അമര എസ് പല്ലവി, സംജാദ് ബ്രൈറ്റ്, ഫൈസൽ, ഷിനിൽ, ഗോപാൽജി, ജാനകി ദേവി, ജിനി, സുശീൽ, ബിന്ദു, ഫ്രെഡി, അഡ്വക്കേറ്റ് വിജയകുമാർ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മനോരമ മാക്സിലൂടെയാണ് ഡാൻസ് പാർട്ടി OTTയിൽ എത്തുന്നത്. കൊച്ചി നഗരാതിർത്തിയിൽ ഡാൻസും പാർട്ടിയും തമാശകളും ഒക്കെയായി ജീവിക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാർക്കിടയിൽ കടന്നുവരുന്ന ഒരു ആകസ്മിക സംഭവവും അതിനെ വളരെ രസകരമായി തരണം ചെയ്യുവാനുള്ള അവരുടെ ഡാൻസ് പാർട്ടി പ്രമേയമാക്കിയത്. രാഹുൽ രാജും ബിജി ബാലും V3Kയുമാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ബിനു കുര്യനാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകനം. യുവാക്കളെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം ഡാൻസിനും പാർട്ടിനും പ്രാധാന്യം നൽകി ഒരുക്കുമ്പോൾ ഡാൻസ് പാർട്ടിയുടെ കൊറിയോഗ്രാഫറായി എത്തിയിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭനായ ഷെരീഫ് മാസ്റ്ററാണ്. റെജി പ്രോതാസിസും നൈസി റെജിയും ചിത്രം നിർമ്മിച്ചിരിക്കുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർ സുനിൽ ജോസ്, മധു തമ്മനം, ഷഫീഖ് K കുഞ്ഞുമോൻ ആണ് ചിത്രത്തിന്റെ പ്രോജക്ട് കോർഡിനേറ്റർ. V സാജനാണ് ചിത്രത്തിന്റെ എഡിറ്റർ. ആർട്ട് രതീഷ് കൊല്ലമാണ്. സൗണ്ട് ഡിസൈൻ ഡാൻ ജോസ്. മേക്കപ്പ് റോണക്സ് സേവ്യർ. കോസ്റ്റ്യൂം അരുൺ മനോഹർ. കോ ഡയറക്ടർ പ്രകാശ് K മധു. ഡിസൈൻസ് കോളിൻസ് ലിയോഫിൽ. മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേവീട്, ജിനു അനിൽകുമാർ എന്നിവരാണ്.